ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ഡേ 2 കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റംസിന് വിളിക്കുമ്പോൾ 145 റൺസിൻ്റെ ലീഡാണ് നിലവിൽ ഇന്ത്യക്കുള്ളത്. പക്ഷേ ഈ ഒരു ലീഡിൻ്റെ സമയത്ത് 6 വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായിട്ടുണ്ട്. അവസാന റെക്കഗ്നൈസ്ഡ് പെയറായിട്ടുള്ള രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ പെയറാണ് നിലവിൽ ഇന്ത്യക്ക് വേണ്ടി ക്രീസിലുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പന്തിൻ്റെ ആ ഒരു കൗണ്ടർ അറ്റാക്ക് ഇന്നിങ്സ് മാത്രമാണ് ഇന്ത്യക്ക് വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാക്കിയ ഇന്നിങ്സ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും വന്നു, കുറച്ച് ബോളുകൾ കളിച്ചു, പോയി എന്നുള്ളതല്ലാതെ വേറെ ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു അറ്റാക്ക് ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി തന്നെയായിട്ടാണ് പ്ലേയേഴ്സ് ക്രീസിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ആ ഒരു നിർദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നു. കാരണം ഫ്രം ദ ബിഗിനിങ് ഓഫ് ദാറ്റ് സെക്കൻഡ് ഇന്നിങ്സ് ജയ്സ്വാളിൻ്റെ അറ്റാക്ക് കണ്ടു. നമ്മൾ ഷാർക്കിനെ എടുത്തിട്ട് കുടയുന്നുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച അറ്റാക്ക് ചെയ്യാനുള്ള തീരുമാനം തന്നെയാണ്. പക്ഷേ ഈ ഒരു സഡൻ വിക്കറ്റ് ലോസ് ആണ് ഇന്ത്യക്ക് പണി തരുന്നത്. 145 റൺസിൻ്റെ ലീഡ്. ഒരു 250 റൺസ് ഉണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു മത്സരം ചിലപ്പോൾ പിടിച്ചെടുക്കാൻ സാധിക്കും. അത്യാവശ്യം ബോളിങ്ങിന് അനുകൂലമായിട്ടൊരു പിച്ചാണ്. ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അല്പം ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂമറയുടെ പരിക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് അറിയില്ല. ആൾ തിരിച്ച് ബോൾ ചെയ്യാൻ വരുമോ എന്ന കാര്യത്തിലും കൺഫർമേഷൻ കിട്ടിയില്ല. ഇടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണ്ടായിരുന്നു. തിരിച്ച് നമ്മൾ ഡ്രസ്സിംഗ് റൂമിൽ അവിടെ ബൂമറെ കണ്ടു. പക്ഷേ എത്രത്തോളമാണ് ആളുടെ ഇഞ്ചുറിയുടെ വ്യാപ്തി എന്നതിനെക്കുറിച്ച് റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല. അതിനുശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ ബോളിംഗ് സൈഡിലെ നെടുന്തൂണാണ് പുള്ളി. പക്ഷേ ആക്ച്വലി ക്യാപ്റ്റൻസി പുള്ളിയുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു എൻ്റെ വൈബ് തന്നെ ഡിഫറൻ്റ് ആയത് നമ്മൾ കണ്ടു. കാരണം പ്ലെയേഴ്സ് എല്ലാം ഭയങ്കര അഗ്രസീവായി. എനിക്ക് തോന്നുന്നു അതിന് കോൺസ്റ്റൻസിൻ്റെ ഒരു ചെറിയൊരു വെല്ലുവിളി അതിനകത്ത് വലിയൊരു കാര്യം ഉണ്ടാക്കി. പക്ഷേ കുറച്ചുകൂടി അഗ്രസീവായി ഫീൽഡ് പ്ലേസ്മെൻറ്റ് തന്നെ നോക്കുക. എത്ര അഗ്രസീവായിട്ടുള്ള ഫീൽഡ് പ്ലേസ്മെൻ്റ് ആണ്. അതൊരു പരിധിവരെ വിക്കറ്റ് വീഴ്ചയ്ക്ക്, ഓസ്ട്രേലിയൻ വിക്കറ്റ് വീഴ്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലീഡ് എന്ന് പറയുന്നത് ഇപ്പം നിലവിലുള്ള 145 റൺസിൻ്റെ ലീഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വലിയ ലീഡല്ല. അത് പറ്റുമെങ്കിൽ ഓസ്ട്രേലിയക്ക് ചേസ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ബൂമറ ഇല്ലെങ്കിൽ ഈസി ആയിട്ട് ഓസ്ട്രേലിയക്ക് ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ കമ്പയർഡ് ടു ലാസ്റ്റ് ഫ്യൂ ഇന്നിങ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ഇന്ത്യൻ ബോളേഴ്സ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് ബോൾ ചെയ്തത്. ലൈക്ക് പ്രസിദ്ധ് കൃഷ്ണ. അതോടൊപ്പം തന്നെ ഈ ഒരു പിച്ചിന് നന്നായിട്ട് പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് തോന്നുന്നത്. ആ ഒരു ഹൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് ഭയങ്കരമാണ്. സ്മിത്തിനിട്ട് എറിഞ്ഞ ആ ഒരു ബോൾ തന്നെ എത്രത്തോളം ഇമ്പാക്റ്റ് പുള്ളിക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാണിച്ചിരുന്നതാണ്. പിന്നെ സിറാജും അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ബോൾ ചെയ്തിട്ടുള്ളത്. നല്ലൊരു കോൺഫിഡൻസ് സിറാജിൻ്റെ ഫേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ബോളിങ്ങിലും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. വന്ത സുട്ട റിപ്പീറ്റ്, വന്ത നിന്ന സുട്ട റിപ്പീറ്റ്. ആ ഒരു സംഭവം കറക്റ്റാണ്. ഈ എത്ര കളികളായിട്ട് ഒരേ രീതിയിൽ തന്നെയാണ് പുള്ളി ഔട്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടകരമായിട്ടൊരു കാര്യമാണ്. ഒന്നുകിൽ പുള്ളി ഇതിനകത്തൊരു മാറ്റം കൊണ്ടുവരണം, അല്ലെങ്കിൽ ആൾക്കാർ പറയുന്ന പോലെ എനിക്കത് പറയാൻ ആഗ്രഹമില്ല, നിങ്ങൾക്ക് ഗസ് ചെയ്യാം. എന്തായാലും 145 റൺസിൻ്റെ ലീഡ് എന്ന് പറയുന്നത് വലിയൊരു ലീഡല്ല. പക്ഷേ ഒരു 200-250 പോയി കഴിഞ്ഞാൽ അത് നല്ലൊരു ലീഡാക്കി മാറ്റാൻ സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവസാന റെക്കഗ്നൈസ്ഡ് പെയറാണ് നിലവിൽ ക്രീസ് നിൽക്കുന്നത്. ലെറ്റ്സ് സീ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചാൽ കമൻറ്റ് അറിയാം. പ്രത്യേകിച്ച് മ്യൂഗുല സനിങ്ങോട്ട് ഞാൻ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ബോക്സിൽ പറയാം. പ്രൈവസി ഒരു ഫംഗ്ഷൻ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വീഡിയോ ചെയ്യേണ്ടി വന്നത്. അല്പം ഹരിബറി ആയി പോയെന്നറിയാം. എന്നാലും വൈകിട്ട് കവർ ഡ്രൈവിൽ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് വിശകലനം നടത്താം.